എന്റെ ദൈവമേ, ഇതിത്ര വലുതും ഭീകരവുമായിരുന്നോ? ഇന്നെന്റെ ജീവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ രാക്ഷസൻ ചോട്ടുമാന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പൊട്ടി അങ്ങ് ചിരിച്ചു. രഹസ്യമായ ദ്വീപ് പാർട്ട് 2. ചോട്ടുമാന്റെ കള്ളം കേട്ട് ലംബുമാന് ഭയങ്കരമായി ദേഷ്യം വന്നു. നീ ഇവിടെ കാണാൻ വന്നതാണെങ്കിൽ തിരിച്ചു പോകുമായിരുന്നു. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്? നീ കാട്ടിലെ ഏറ്റവും വലിയ ബലവാനാണെന്നൊക്കെ. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഈ ദ്വീപിലുള്ള മറ്റൊരു മൃഗത്തിനും അയാളെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെയാണ് അത് കഴിയുക? അപ്പോഴേക്കും ഇവരെല്ലാവരും ഒരു ശബ്ദം കേട്ടു. ഞാനെല്ലാം കേട്ടു. ഇവര് നോക്കുമ്പോ ആ മുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ആന ഇരുന്ന് ഇവര് പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട ആനെ, നീ ഉറുമ്പ് റാണിയോട് ഇക്കാര്യങ്ങളൊന്നും പറയരുത്, അല്ലെങ്കിൽ അവർ ചോട്ടുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കും. ഞാൻ അവരോടൊന്നും പറയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചോട്ടു ആനയുടെ നേർക്ക് അന്തം വിട്ടു നോക്കി. 4 വർഷം മുമ്പുള്ള കാര്യമാണിത്. ഒരു മാന്ത്രിക പക്ഷി ഈ ദ്വീപിലേക്ക് വന്നു. അദ്ദേഹം മാന്ത്രിക വിദ്യയിൽ അത്രയേറെ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ ദ്വീപും സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഒരു ദിവസം ആ ഭൂതം ഈ ദ്വീപിലേക്ക് വന്നു. അവനെന്നും വരും. എന്നിട്ട് മൃഗങ്ങളെ ഭക്ഷിച്ചവൻ വയറ് നിറച്ചുകൊണ്ടിരിക്കും. ആ ഭൂതം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഉറുമ്പുറാണിയുടെ മന്ത്രി ഉറുമ്പുറാണിയോട് ആ ഭൂതം ഇവിടെ വന്നതിനെക്കുറിച്ച് മാന്ത്രിക പക്ഷിയോട് പറയാമെന്ന് പറഞ്ഞു. അവൻ ഉറുമ്പുറാണിക്ക് ഉറപ്പ് നൽകി. മാന്ത്രിക പക്ഷി തീർച്ചയായും ഭൂതത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന കാര്യം. കാരണം അവൻ വന്നതിന് ശേഷമാണ് ആ ഭൂതം ഇവിടേക്ക് വന്നത്. അങ്ങനെ ഉറുമ്പുറാണി മാന്ത്രിക പക്ഷിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ മാന്ത്രിക പക്ഷിയാവട്ടെ ഈ കാര്യങ്ങൾ സമ്മതിച്ചില്ല. പകരം അവർ ഇങ്ങനെ പറഞ്ഞു, ആ ഭൂതത്തിനെ എങ്ങനെ കൊല്ലണമെന്നുള്ള കാര്യം തനിക്കറിയാം. എന്നാൽ ഉറുമ്പുറാണിക്കത് സ്വീകാര്യമായില്ല. അവർ ആ മാന്ത്രിക പക്ഷിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അവരുടെ കൂടെ അവരുടെ മാന്ത്രിക വടിയെയും മറ്റൊരു ജയിലിൽ പൂട്ടിയിട്ടു. കാരണം അവരിനി മന്ത്രവിദ്യ കാണിക്കാതിരിക്കാൻ. അവരെ പൂട്ടിയിട്ടതിന് ശേഷം ആ ഭൂതവും ഇങ്ങോട്ട് വരുന്നത് നിർത്തലാക്കി. അങ്ങനെ അത് വ്യക്തമായി. അതായത് ഭൂതത്തെ വിളിച്ചു വരുത്തിയത് മാന്ത്രിക പക്ഷി തന്നെയാണെന്ന്. അതിനുശേഷം ആ ഭൂതം ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആ ഭൂതം വീണ്ടും ഇവിടെ എത്തി. പിന്നെ അത് നമ്മുടെ മൃഗങ്ങളെ പിടിച്ചു തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് ചോട്ടുമാൻ ഇവിടെ വന്ന് തന്റെ ധീരകഥകൾ റാണിയോട് പറയുന്നതും ഉറുമ്പുറാണിക്ക് ചോട്ടുവിൽ പൂർണ്ണ വിശ്വാസമാകുന്നതും. കാരണം ഭൂതത്തെ കൊല്ലാൻ ഇവന് കഴിയുമെന്ന് അവർ വിചാരിച്ചു. ഇത് കേട്ടെല്ലാരും മിണ്ടാതെയായി. ലംബുമാൻ എന്തോ ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മാന്ത്രിക പക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നാണ്. നീ ഞങ്ങളെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നതാണ്. ചോട്ടു ആന ആരും കാണാതെ തന്നെ ഇവരെ വേറെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ മാന്ത്രികനായ കഴുകനെ പൂട്ടിയിട്ടേക്കുകയായിരുന്നു. മാന്ത്രിക പക്ഷി, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. നീ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ജയിലിൽ നിന്നും എന്നേക്കുമായി നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും. എനിക്ക് ഈ ജയിലിൽ നിന്നും മുക്തിയുടെ ആവശ്യമില്ല. കാരണം ഉറുമ്പുറാണി ഒട്ടും ബുദ്ധിയില്ലാത്തവളാണ്. ഇപ്പോൾ തർക്കിക്കാനുള്ള സമയമല്ല. എങ്കിൽ ഇത് പറയൂ, ആ ഭൂതത്തെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴി നിങ്ങളുടെ പക്കലുണ്ടോ? അതെ, എനിക്കറിയാം. അവനെ കൊല്ലാൻ ഒരു വഴിയേ ഉള്ളൂ. അതിനെന്റെ മാന്ത്രിക വടി എനിക്ക് ആവശ്യമാണ്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും മൃഗത്തെ മന്ത്രവാദം ചെയ്യും. അവന്റെ തലയിൽ ഒരു വെള്ളി സിംഹമുണ്ടാവും. അവന്റെ നാഭിയിൽ ആ വെള്ളി സിംഹത്തെ വെച്ച് ആക്രമിച്ചാൽ അവൻ മരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ മന്ത്രവിദ്യയൊന്നും ചെയ്യാൻ കഴിയില്ലേ? ആ, എന്റെ വടിയുടെ മാന്ത്രിക വിദ്യയെല്ലാം ഇല്ലാതാവും. പക്ഷേ ഈ ദ്വീപ് രക്ഷപ്പെടും. അതിൽ ഞാൻ സന്തോഷിക്കും. ശരി, ഞങ്ങൾ അതിരാവിലെ തന്നെ നിങ്ങളുടെ മാന്ത്രിക വടി നിങ്ങൾക്ക് തരാം. ഈ ജയിലിൽ നിന്നും മോചനവും നൽകാം. നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാന്ത്രിക വിദ്യ ഉപയോഗിക്കുക. എല്ലാ
എല്ലാം തീരുമാനിച്ച് അവരെല്ലാരും കൂടെ അതേ മുറിയിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു കല്ലിൽ മഹാറാണിയായ റാണി ഇരിക്കുകയായിരുന്നു. എല്ലാ മൃഗങ്ങളും കൂട്ടത്തോടെ അവിടെ വന്നു. ചോട്ടുമാൻ അവിടെ നടുക്ക് നിൽക്കുകയായിരുന്നു. അവൻ പേടിച്ചാണ് നിന്നത്. മിടുക്കനാണ് ചോട്ടുമാൻ, നീ ആ രാക്ഷസനെ എന്തായാലും കൊല്ലൂന്ന് ഉറപ്പാണ്. ഇത് കേട്ട് ചോട്ടുമാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് തോന്നുന്നത് ഇന്നത്തോടെ എന്റെ കഥ തീരുമെന്നാണ്. ഇന്ന് ഞാൻ ഒന്നിനും ബാക്കിയുണ്ടാവില്ല. അപ്പൊ തന്നെ ഭൂമിയിൽ ഡും ഡും എന്ന ശബ്ദം കേട്ടു. അപ്പോഴേക്കും ആ രാക്ഷസൻ നടന്നു വരികയായിരുന്നു മുമ്പിലേക്ക്. എന്റെ ദൈവമേ, ഇതിത്ര വലുതും ഭീകരവുമായിരുന്നു. ഇന്നെന്റെ ജീവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ രാക്ഷസൻ ചോട്ടുമാന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പൊട്ടി അങ്ങ് ചിരിച്ചു. ഓഹോ, അപ്പൊ ഇതാണല്ലേ ആ ബലവാൻ മൃഗം എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി വരുത്തിയത്. ഇനി കണ്ടോ. ഇത് പറഞ്ഞ് ആ രാക്ഷസൻ ഒരു കൈ കൊണ്ട് ചോട്ടുമാനെ അടിച്ചു. അപ്പോഴേക്കും ചോട്ടുമാൻ ദൂരെ പോയി അങ്ങ് വീണു. ചോട്ടു! ഇത് കണ്ടു ഉറുമ്പ് റാണിയും എല്ലാരും അന്തത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ചോട്ടുമാൻ മാനം രക്ഷിക്കാനായിട്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യം നോക്കുകയായിരുന്നു, നീ എത്രമാത്രം അപകടകാരിയാണെന്ന്. ഇനി കണ്ടോ ഞാൻ എന്താ നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞു ചോട്ടുമാൻ വേഗത്തിൽ അവന്റെ നേർക്ക് ഓടി. മാന്ത്രികനായ കഴുകൻ സ്വന്തം മാന്ത്രിക വടിയെടുത്ത് ജിറാഫിന്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. ലംബുമാൻ അവനോട് പറഞ്ഞു, ഇത് പറ്റിയ അവസരമാണ് മാന്ത്രിക പക്ഷി, നീ നിന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്ക്. ഇത് കേട്ട് മാന്ത്രികനായ കഴുകൻ മാന്ത്രിക വടിയെടുത്ത് ആകാശത്തേക്ക് കറക്കി. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ ഒറ്റ ചാട്ടം ചാടി. ഇങ്ങോട്ട് വരൂ പൊന്നു മോനെ, നീ എന്റെ വയറിന് പാകമായ ചെറിയൊരു കഷ്ണം ഭക്ഷണമായി തീരും. ഇത് പറഞ്ഞ രാക്ഷസൻ വയറിൽ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാന്ത്രിക കഴുകന്റെ മാന്ത്രികം അവിടെ ഫലിക്കാനും തുടങ്ങി. അങ്ങനെ ചോട്ടുമാന്റെ തലയിൽ ഒരു വെള്ളിയുടെ കൊമ്പ് മുളച്ചു. ചോട്ടുമാൻ പറന്നു നേരെ രാക്ഷസന്റെ പൊക്കിളിലേക്ക് തന്നെ ആ കൊമ്പ് വെച്ച് കൊത്തി. രാക്ഷസൻ നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് അത് മരിച്ചുപോയി. അത് പൊളിച്ചു. ഉറുമ്പ് റാണിക്ക് സന്തോഷമായി. ബാക്കി മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ ഭൂതത്തെ കൊന്നതിന് നിങ്ങൾ ആരും എന്നോട് നന്ദി പറയരുത്. എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇത് കേട്ട് ലംബുമാനും കൂട്ടുകാർക്കും പേടിയായി പോയി. മാന്ത്രിക പക്ഷി അടുത്തു വരൂ. ഇത് കേട്ട് മാന്ത്രികൻ കഴുകൻ ഉറുമ്പ് റാണിയുടെ മുമ്പിൽ വന്നു. ഇത് കണ്ട് ഉറുമ്പ് റാണി ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ അവരോട് എല്ലാ സത്യവും പറഞ്ഞു. ഉറുമ്പ് റാണിക്ക് ദേഷ്യം വന്നെങ്കിലും സമാധാനത്തോടെ ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കള്ളം പറഞ്ഞു, അതൊരു തെറ്റാണ്. പക്ഷെ നിന്റെ ഈ കള്ളം കൊണ്ട് തന്നെ പൂട്ടിക്കിടന്ന ഈ കഴുകനെ നീ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇവൻ നിരപരാധിയാണെന്നുള്ള കാര്യവും മനസ്സിലായി. സ്നേഹമുള്ള മാന്ത്രിക കഴുക, നിന്റെ ഉള്ള ശക്തികളൊക്കെ കളഞ്ഞാണ് ഈ ദ്വീപ് നീ രക്ഷപ്പെടുത്തിയത്. ചോട്ടുമാനെ, നീയും വലിയ കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരോടും ഞാൻ നന്ദി പറയുകയാണ്. നന്ദിയുണ്ട് ഉറുമ്പ് റാണി. അങ്ങനെ ഇന്ന് തൊട്ട് ഈ മാന്ത്രിക കഴുകൻ ഞങ്ങളുടെ കൂടെ തന്നെ. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ ലംബുമാനും കൂട്ടുകാരോടൊപ്പം തിരിച്ചു വരാൻ വേണ്ടി വഞ്ചിയിൽ യാത്ര പുറപ്പെട്ടു. ആ ദ്വീപിന്റെ അറ്റത്ത് നിന്ന് ഉറുമ്പ് റാണി, കഴുകൻ, ആ രഹസ്യമായ ദ്വീപിന്റെ എല്ലാ മൃഗങ്ങളും ചേർന്ന് അവരോട് ടാറ്റ പറയുകയും ചെയ്തു. അതെ, ഈശ്വരൻ ഇത്രയും വലിയ ശരീരം തന്നിട്ടുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കരുത്. ആദ്യം നോക്കിയൊക്കെ നടക്കാൻ പഠിക്കണം കേട്ടോ. ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് കാണാനേ കഴിയുന്നില്ലല്ലോ. സ്വന്തം കണ്ണൊന്ന് തുറന്നേ താഴത്തോട്ട് നോക്കിക്കേ, അപ്പോഴേ എന്നെ കാണാൻ പറ്റൂ.
ഒരു കാട്ടിൽ ഉറുമ്പുകളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ഉറുമ്പുകളുടെ റാണി ക്ലാര ഒരു പാവമായിരുന്നു. പക്ഷെ അവളുടെ ദാസി വെരോണിക്ക ഭയങ്കര കുശുംബിയായിരുന്നു. ഒരു ദിവസം ക്ലാര അവളുടെ സംഘവുമായി വേറൊരു കാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ ചെവിയിൽ കുറുക്കന്റെ കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കാനിടയായി. എല്ലാരും ഇവിടുന്ന് പെട്ടെന്ന് പോകൂ. പക്ഷെ വെരോണിക്ക അവിടുന്ന് പോയില്ല. ഇത് എന്ത് തോന്നിവാസമാണ് വെരോണിക്ക? ഇവിടുന്ന് പെട്ടെന്ന് മാറൂ, അല്ലെങ്കിൽ കുറുക്കന്റെ കാലിന്റെ താഴെ വന്ന് വീണാ നിനക്കറിയാലോ, നിന്നെ അങ്ങ് കൊന്നു കളയോര്. അല്ല, എപ്പോഴും നമ്മൾ തന്നെ വഴി മാറണമെന്ന് പറയണ ശരിയല്ലല്ലോ. നിനക്ക് നന്നായിട്ട് അറിയാലോ വെരോണിക്ക, എല്ലാ പ്രാണികളിൽ നിന്നും നമ്മളാണ് ഏറ്റവും ചെറിയ പ്രാണികൾ. ഇല്ല മഹാറാണി, ഞാൻ ഇവിടുന്ന് മാറാൻ പോണില്ല. വെരോണിക്ക, ഇതെന്റെ ഉത്തരവാണ്. നീ ഇവിടുന്ന് മാറണം, ഇല്ലെങ്കിൽ നീ വെറുതെ ചത്തുപോകും. ക്ലാര പറഞ്ഞ കാര്യം കേട്ട് വെരോണിക്കയ്ക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോയി. വീട്ടിലോട്ട് തിരിച്ചു വന്ന് ക്ലാര ദേഷ്യപ്പെട്ട് വെരോണിക്കയോട് പറഞ്ഞു, നിനക്ക് നിന്റെ ജീവൻ വിലപ്പെട്ടതാണോ അതോ അല്ലയോ? എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ തന്നെ ചെറിയ പ്രാണിയായത് എന്തുകൊണ്ടാണ്. മറ്റു പ്രാണികളെ പോലെ നമുക്കും വലിയ രൂപത്തിലായിക്കൂടെ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരണം വെരോണിക്ക, എനിക്ക് മടുത്തു. വെറുതെ കിടന്ന് സ്വപ്നം കാണണ്ട നീ ഇനി. അതൊരിക്കലും നടക്കില്ല. എന്തുകൊണ്ട് സംഭവമാവില്ല? ഞാൻ കേട്ടെങ്ങനെ ഈ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും നടക്കുമെന്നാ. നോക്കിക്കോ മഹാറാണി, ഒരു ദിവസം മറ്റു പ്രാണികളെ പോലെ എന്റെ രൂപവും വലുതാകും. അന്ന് ഞാൻ മറ്റു പ്രാണികളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വെറോണിക്ക ഇത് പറഞ്ഞു കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉറുമ്പുകളും ചിരിക്കാൻ തുടങ്ങി. എത്ര വേണമെങ്കിലും നിങ്ങൾ കിടന്ന് ചിരിച്ചോ, നോക്കിക്കോ, ഒരു ദിവസം എന്റെ രൂപം വലുതാകുമ്പോഴുണ്ടല്ലോ ഞാനായിരിക്കും ഇവിടത്തെ മഹാറാണി. ഇത്രയും പറഞ്ഞ് വെറോണിക്ക കാട്ടിൽ കറങ്ങാനങ്ങ് ഇറങ്ങി. ആന അപ്പൂപ്പൻ നല്ല രസത്തിൽ നടന്നു വരികയായിരുന്നു. ആന കാല് വെക്കുന്നതിന് മുൻപ് തന്നെ വെറോണിക്ക പേടിച്ച് പുറകോട്ട് പോവാൻ തുടങ്ങി. അതെ, ഈശ്വരൻ ഇത്രയും വലിയ ശരീരം തന്നിട്ടുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കരുത്. ആദ്യം നോക്കിയൊക്കെ നടക്കാൻ പഠിക്കണം കേട്ടോ. ഉറുമ്പിന്റെ ശബ്ദം കേട്ട് ആന അപ്പൂപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആന അപ്പൂപ്പൻ സ്വന്തമായി പറഞ്ഞു, ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് കാണാനേ കഴിയുന്നില്ലല്ലോ. സ്വന്തം കണ്ണൊന്ന് തുറന്നേ താഴത്തോട്ട് നോക്കിക്കേ, അപ്പോഴേ എന്നെ കാണാൻ പറ്റൂ. ആന അപ്പൂപ്പൻ താഴത്തേക്ക് നോക്കിയപ്പോ ആ കുഞ്ഞുറുമ്പ് ദേഷ്യത്തോടെ ആന അപ്പൂപ്പനെ നോക്കുമായിരുന്നു. എന്നോട് ക്ഷമിക്കണം ചെറിയ ഉറുമ്പേ, ഞാൻ നിന്നെ കണ്ടതേയില്ല. ആ, അത് നല്ലതാ. എനിക്ക് കണ്ണു കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോ പരലോകത്ത് എത്തിപ്പോയനെ. അത് നിന്റെ തെറ്റാണ്. നീ ഇവിടം വിട്ട് എങ്ങോട്ടും പോരുത്. എന്തേ? ഞങ്ങള് കാട്ടിലെ പ്രാണികളല്ലേ? അതെ, നിങ്ങളും ഈ കാട്ടിലെ ജീവികളാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വലിപ്പത്തിൽ നിങ്ങൾ വളരെ കുഞ്ഞന്മാരാണ്. ആന അപ്പൂപ്പ, ഇത്രയും വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ ചെറിയ ഉറുമ്പേ ചെവിയിൽ കടിച്ചാലേ സ്വർഗലോകം കാണും നിങ്ങള്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഉറുമ്പ് ആന അപ്പൂപ്പന്റെ ചെവിയിൽ ധൃതിയിലങ്ങ് കേറി. എന്നിട്ട് ചെവിയിൽ ഒരു കടി കൊടുത്തു. ഇതുകൊണ്ടാണ് ദൈവം നിന്നെ ഇത്രയും ചെറുതാക്കിയത്. ഞാൻ തീർച്ചയായും നിന്നെക്കുറിച്ച് കാട്ടിലെ രാജാവിനോട് പരാതി പറയും. ആന അപ്പൂപ്പന് ദേഷ്യം വന്ന് നേരെ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് എല്ലാം വിസ്തരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. കാട്ടിലെ രാജാവ് സിംഹം ക്ലാരേനെയും സംഘത്തിനെയും സിംഹത്തിന്റെ ഗുഹയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഒരു വർഷത്തേക്ക് നിങ്ങളെല്ലാവരും ഈ കാട് വിട്ടു പോകേണ്ടി വരും. പോകൂ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാട് വിട്ടു പോകൂ. പക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്തത് മഹാരാജാവേ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഉറുമ്പ് ആനമുത്തശ്ശനെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിലും വലിയ ശിക്ഷ നൽകിയേനെ. പക്ഷെ നിങ്ങൾ ഉറുമ്പുകൾക്ക് ഞാൻ എന്ത് ശിക്ഷ തരാനാണ്? തെറ്റ് നിങ്ങളുടേതാണ്. കാരണം ഒരു ഉറുമ്പ് മനഃപൂർവ്വമായി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങളുടെ തന്നെ ചുമതലയാണ്. ക്ലാര സങ്കടത്തോടെ ആ കാട് വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴേക്കും ആ കൂട്ടത്തിന്റെ അടുത്ത് ഒരു കറുത്ത പുക വരാൻ തുടങ്ങി. കണ്ടിരിക്കവേ ആ കറുത്ത പുക ഒരു വലിയ ഉറുമ്പിന്റെ രൂപത്തിലേക്ക് മാറി. ഞാനാണ് ഉറുമ്പിന്റെ മഹാറാണി, മാന്ത്രികമറിയാവുന്ന മഹാറാണി. മഹാറാണിക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ടല്ലോ. അതെ, എന്റെ രൂപം വലുതാണ്.
എനിക്ക് നിങ്ങളെയും ഇതുപോലെ വലിയ രൂപത്തിലാക്കാൻ പറ്റും. പക്ഷെ അതിനു പകരമായി എനിക്കൊരു വാക്ക് തരണം. എന്തു വാക്ക്? ഉറുമ്പുകളെ അപമാനിച്ചതിന് നിങ്ങൾ പകരം വീട്ടണം. വലിയ രൂപത്തിലായിക്കഴിഞ്ഞാൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കടിച്ചു വേദനിപ്പിച്ചു കൊല്ലണം. ഇല്ല, അതിന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. വെറോനിക്ക, ഇതെന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ വലിയ ഉറുമ്പിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. വെറോനിക്ക, നീ ഇവള് പറയുന്നത് കേക്കരുത്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉറുമ്പുകളുടെ മഹാറാണിയാക്കി മാറ്റിത്തരാം. പറയൂ, നിനക്കത് സമ്മതമാണോ? ആ, എനിക്ക് സമ്മതമാണ്. അപ്പോ അവിടെ വലിയൊരു സംഭവം നടന്നു. വെറോനിക്കയും കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ഉറുമ്പുകളുടെയും നീളവും വണ്ണവും അങ്ങ് കൂടി. ക്ലാരയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. ക്ലാര, നിനക്കിതാ നല്ലത്. ഇങ്ങനെ തന്നെ ഇരുന്നോ. വെറോനിക്ക ബാക്കി ഉറുമ്പുകളോട് പറഞ്ഞു, വരൂ എന്റെ കൂടെ. ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ നമ്മളെ അപമാനിക്കുകയല്ലായിരുന്നോ? ബാ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്റെ സമയമായിരിക്കുന്നു. വെറോനിക്ക ആ മാന്ത്രിക മഹാറാണിയും കൊണ്ട് അവിടുന്ന് അവളുടെ സംഘവുമായി പുറപ്പെട്ടു. അങ്ങനെ കുറച്ചു സമയം കൊണ്ട് ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെ അവര് കൊന്നുകളഞ്ഞു. കാട്ടിലെ രാജാവിന്റെ ഉപദേശകൻ വവ്വാല് നേരെ രാജാവ് സിംഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെല്ലാം കാട്ടിലെ രാജാവിനോട് പറഞ്ഞു. ഒരു വലിയ കൂട്ടം ഉറുമ്പുകൾ കുറച്ചു സമയത്തിനുള്ളിൽ ഇവിടെ എത്തും മഹാരാജൻ. ഞാനിപ്പോ എന്തു ചെയ്യണം? എനിക്കൊരു ഉപദേശം നൽകൂ. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ ആ കാട്ടിലെ മന്ത്രവാദിനിയാണെന്ന്. അങ്ങയെ കാട്ടിൽ നിന്ന് പുറത്താക്കിയ അതേ ആൾ തന്നെയാ. ആ ഉറുമ്പുകളുടെ കൂട്ടത്തിന്റെ വലിപ്പം കൂട്ടി നമ്മളോടെല്ലാവരോടും പ്രതികാരം ചെയ്യാൻ ഇതെല്ലാം ചെയ്തത്. അവനെ ബുദ്ധി കൊണ്ടേ തോൽപ്പിക്കാനാവും മഹാരാജൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെറോനിക്ക അവളുടെ സംഘവുമായി രാജാവിന്റെ അടുത്തേക്ക് എത്തി. മരിക്കാൻ തയ്യാറായിക്കോ. എന്നെ അപമാനിച്ചതിന് പകരം വീട്ടാൻ വന്നതാ. നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം വെറോണിക്ക. നീ എന്തു വിചാരിച്ചു? എന്നെ കൊന്നുകഴിഞ്ഞാൽ ഈ കാടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നാണോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങളെക്കാൾ ശക്തിയുള്ള മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട്. എന്നെക്കാളും നല്ല ശക്തിയുള്ളതോ? അതാർക്കാ? നിങ്ങൾ ഉറുമ്പുകളുടെ എല്ലാവരുടെയും മഹാറാണി. നിങ്ങൾ എന്നെ കൊന്ന ഉടൻ തന്നെ അവർ നിങ്ങളെയും കൊല്ലും. കാരണം അവർ ഉറുമ്പുകളുടെ മഹാറാണിയല്ല, ഒരു മന്ത്രവാദിനിയാണ്. അവരെ ഞാൻ മുമ്പ് കാട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ഇയാള് പറയുന്നത് നീ കേക്കണ്ട. ഇയാള് നിന്നെ വട്ടം കളിപ്പിക്കുക. ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്നെക്കാളും ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെയാണ് ആദ്യം ശരിക്കും തീർക്കേണ്ടത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് മരണപ്പെടുകയും ചെയ്തു. അവര് രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഉറുമ്പുകൾ ചെറുതായി. കണ്ടില്ലേ മഹാരാജൻ, നമ്മൾ ബുദ്ധി പ്രയോഗിച്ചതിന്റെ ഒരു ശക്തി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ കാടിന്റെ ഉപദേശകനായി തെരഞ്ഞെടുത്തത്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ശക്തി കൊണ്ട് ഞാൻ ഇവരോട് യുദ്ധം ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. അതെല്ലാം ശരിയാണ് മഹാരാജൻ. എന്നാൽ ഈ ഉറുമ്പുകൾ എന്താണ് ചെയ്യേണ്ടത്? അവളും ഇതുപോലെ കുറ്റക്കാരിയാണെന്ന് മറക്കരുത്. ആ മന്ത്രവാദിനിയുടെ വാക്കുകൾ കേട്ട് വശീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോഴേക്കും അവിടെ ക്ലാര ഓടി വരികയും ചെയ്തു. ഇവർക്ക് പകരം മഹാരാജാവേ, ഞാൻ മാപ്പ് പറയുന്നു. ഇവരുടെ ഒരു തെറ്റുമില്ല. വെറോണിക്കയാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അവള് മരണപ്പെട്ടു. അവള് ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കിട്ടി മഹാരാജാവേ. ഇവരെ വെറുതെ വിട്ടൂടെ? അവര് പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. ഇവരെല്ലാം വിട്ടേക്കൂ. എന്തായാലും ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കും ചെയ്തത്. അങ്ങ് കണ്ടില്ലേ ആ മന്ത്രവാദിനിയുടെ അന്ത്യം എത്ര എളുപ്പത്തിൽ സംഭവിച്ചെന്ന്? നീ പറഞ്ഞത് വളരെ ശരിയാണ്. പോകൂ, ഞാൻ നിങ്ങളോടെല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാരയും സംഘവും സന്തോഷത്തോടെ പോയി.